നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. നാരായണപരോ വ്യക്താദണ്ഡമൗവ്യക്തസംഭവം അണ്ഡസ്യാന്തസ്ത്വിമേ ലോകാ സപ്തദ്വീപാശ്ച മേദിനീ. ഗീതാസു ഗീതാ കർത്തവ്യാ കിമന്യേ ശാസ്ത്രവിസ്തരേ യാ സ്വയം പദ്മനാഭസ്യ മുഖപദ്മാദ്വിനിശ്രിതാ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത കഴിഞ്ഞ ഹിമാലയ ഋഷി സംഗമത്തിൽ, 6ാമത്തെ ഹിമാലയ ഋഷി സംഗമത്തിൽ 2ാം അധ്യായമാണ് ഈ സായംകാലങ്ങളിൽ നമ്മൾ മുഴുവനായിട്ട് കേട്ടത്. അതുപോലെ ഈ 7ാമത്തെ ഋഷി സംഗമത്തിൽ 3ാം അധ്യായം കർമ്മയോഗം. ഈ 5 ദിവസങ്ങളിൽ കർമ്മയോഗ അധ്യായം മുഴുവൻ ആയിട്ടൊന്ന് ചിന്തിക്കും. ഈ കർമ്മയോഗം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അധ്യായം ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം സാമാജികമാണ്. സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യേണ്ടി വരുന്ന, അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് കർമ്മം ചെയ്യുക എന്നത്. ആ കർമ്മത്തെ തന്നെ എങ്ങനെ യോഗമാക്കി തീർക്കാം, അത് അർജുനനെ നിമിത്തീകരിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ പ്രതിപാദിക്കുകയാണ്. അപ്പം നമ്മെ എവരെയും സംബന്ധിച്ചിടത്തോളം ഈ 3ാം അധ്യായത്തിൻ്റെ അറിവ് വളരെ പ്രസക്തമാണ്, പ്രാസംഗികമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെ ഭാഷ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യാഖ്യാനമായിരിക്കും. കാരണം ഭഗവത്ഗീതയ്ക്ക് സ്വതന്ത്രമായി അനേകം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ ഏറ്റവും അധികം വ്യാഖ്യാനങ്ങൾ നിർമ്മിക്കപ്പെട്ടത് ഭഗവത്ഗീതയ്ക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വ്യാഖ്യാനം, ഒരു ചിന്താഗതിയെ അടിസ്ഥാനമാക്കി നാം ചിന്തിക്കുന്നു. അത് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെ പ്രസിദ്ധമായിട്ടുള്ള ഭഗവത്ഗീത വ്യാഖ്യാനം. ഭഗവത്ഗീതയെ
ശാസ്ത്രീയമായിട്ട് വേദാന്തത്തിൻ്റെ സാധനാ ഗ്രന്ഥമായിട്ടാണ് പറയുന്നത്. വേദാന്തം പഠിക്കുന്നവർ പഠിക്കേണ്ടതായിട്ടുള്ള 3 തരം ഗ്രന്ഥങ്ങളുണ്ട്. അതിനെ പ്രസ്ഥാനത്രയം എന്ന് പറയും. പ്രസ്ഥാനത്രയത്തിൽ രാവിലെ നമ്മൾ പാരായണം ചെയ്യുന്നതായിട്ടുള്ള ഉപനിഷത്തുക്കൾ, ഈശാദി തുടങ്ങി ഉപനിഷത്തുകൾ, 10 ഉപനിഷത്തുകൾ, പിന്നെ 4 അധ്യായങ്ങളുള്ള ബ്രഹ്മസൂത്രം, 555 സൂത്രങ്ങളുള്ള ബ്രഹ്മസൂത്രം, അത് കഴിഞ്ഞാൽ ശ്രീമദ് ഭഗവത്ഗീത. ഈ 3നെയും ചേർത്താണ് പ്രസ്ഥാനത്രയം എന്ന് വ്യവഹരിക്കുന്നത്. പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സാധന മാർഗത്തിലേക്കുള്ള സഞ്ചാരം, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കൽ എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ വേദാന്ത സാധനയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് കരുതേണ്ട അല്ലെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ട 3 ഗ്രന്ഥവിഭാഗങ്ങളാണ് ഈ ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയുമൊക്കെ. അതിൽ വിഷയത്തിൻ്റെ രീതിയിലും പ്രതിപാദന ശൈലിയിലും ഏറ്റവും സരളമായിട്ടുള്ളത് ഭഗവത്ഗീതയാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഭഗവത്ഗീത എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഭഗവത്ഗീത എപ്പോഴും നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഭഗവത്ഗീതയുടെ ഒരു പരിചയം ശരിക്കും ആവശ്യമില്ല, എന്നാലും പറയുന്നത് നന്നായിരിക്കും. ശ്രീമദ് ഭഗവത്ഗീത വരുന്നത് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലാണ്. ഭീഷ്മപർവത്തിലെ 25-ാമത്തെ അധ്യായം മുതൽക്ക് 42-ാമത്തെ അധ്യായം വരെയാണ് ഭഗവത്ഗീത. വാക്കിനർത്ഥം ഭഗവാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഭഗവാൻ പാടിയത് എന്ന് തന്നെയാണ്. ഭഗവത ഗീത, ഭഗവത്ഗീത. എന്നാൽ ഈ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഭഗവത്ഗീതയിൽ, അല്ലെങ്കിൽ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ ഭാഷ്യം വിരചിച്ചിട്ടുള്ള ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളാണുള്ളത്. ഈ 700 ശ്ലോകങ്ങളിൽ 1-ാമത്തെ ശ്ലോകം ധൃതരാഷ്ട്രർ പറയുന്നതാണ്. അപ്പം അത് ഭഗവത്ഗീതയിൽ നിന്ന് മാറുന്നു. പിന്നെ സഞ്ജയൻ പറയുന്നതായിട്ടുള്ള 40 അല്ലെങ്കിൽ 40 ശ്ലോകമുണ്ട്. അത് സഞ്ജയൻ്റെ വാക്കുകളാണ്, സഞ്ജയൻ പറയുന്നതാണ്. അർജുനൻ പറയുന്ന 81 ശ്ലോകങ്ങളുണ്ട്. ശേഷിച്ച ശ്ലോകമാണ് ഭഗവാന്റേതായിട്ടുള്ളത്. അപ്പോൾ ഭഗവാന്റേതായിട്ട് പറയാവുന്നത് 577 അല്ലെങ്കിൽ 577 ശ്ലോകം. ഈ ശ്ലോകത്തിൻ്റെ ഒരു കണക്ക് പറയുന്നത്, ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ടെന്നറിയാം. ഈ 18 അധ്യായങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വാച എന്നില്ല. അതായത് ഭഗവാൻ പറയുന്നതായിട്ട് ഒരു വാക്യമില്ല. എന്നാൽ ഭഗവാന്റെ ഒരു വാക്യം അവിടെ ഉണ്ട്. കാരണം ഭഗവാന്റെ ഒരു വാക്യവും ആ അധ്യായത്തിൽ ഇല്ലെങ്കിൽ അതിനെ ഭഗവത്ഗീതയുടെ ഭാഗമാക്കുക എന്നുള്ളത് ടെക്നിക്കലി ശരിയാകില്ല. കാരണം ഭഗവാൻ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അത് ഭഗവത്ഗീതയിലാകുക? അപ്പോൾ ഒരു ശ്ലോകം ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. ആ ശ്ലോകമാണ് 77 ആയിട്ട് വന്നത്. അപ്പൊ സഞ്ജയൻ പറഞ്ഞ വാക്കിൻ്റെ അകത്താണ് ആ ശ്ലോകമുള്ളത്. എല്ലാം പറഞ്ഞത് സഞ്ജയന്റെ വാക്കുകളിലൂടെയാണെങ്കിലും അവിടെ ഭഗവാന്റെ വാക്കായിട്ട് സഞ്ജയൻ എടുത്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് സഞ്ജയന്റെ ശ്ലോകം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു.
ഭഗവാന്റെ വാക്കാക്കി മാറ്റി. ഒന്നാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മകേക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരൂനിതി. അപ്പോൾ അവിടെ ഉവാച പാർത്ഥ, അവിടെ പാർത്ഥ എന്നുള്ള സംബോധനയുണ്ട്. ഭഗവാൻ നേരിട്ട് പറഞ്ഞതായിട്ട് സഞ്ജയൻ എടുത്തു പറയുകയാണ്. കാരണം അത് പകുതി ശ്ലോകം അത്രയേ ഉള്ളത് കൊണ്ട് അതിന് ശ്ലോകമായിട്ട് വേറെ ആക്കിയില്ല. ഉവാച, ഭഗവാൻ ഉവാച, ഹേ പാർത്ഥ, ഉവാച പാർത്ഥ പശ്യ ഏതാൻ സമവേദാൻ കുരൂനിതി. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത എന്ന് അർജുനൻ ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ രഥത്തെ സേനകളുടെ മധ്യത്തിലേക്ക് നയിക്കുകയും ആ സേനയുടെ മധ്യത്തിൽ രഥം എത്തിക്കഴിഞ്ഞ് ഭീഷ്മന്റെയും ഭീഷ്മദ്രോണ പ്രമുഖത, ഭീഷ്മന്റെയും ദ്രോണന്റെയും മുന്നിൽ കൊണ്ടാണ് രഥം നിർത്തിയതെന്ന്. അപ്പൊ അതും ഒരു രഹസ്യമാണ്. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജുനനുണ്ടാകുന്ന അവസ്ഥ മറ്റൊന്നായിരിക്കുമായിരുന്നു. അപ്പം അതിലെന്തോ ഒരു രഹസ്യമുണ്ട്, അത് നമ്മൾ ചിന്തിക്കണം. കാരണം എന്തുകൊണ്ടാണ് ഭീഷ്മന്റെയും ദ്രോണന്റെയും മുന്നിൽ തന്നെ കൊണ്ട് നിർത്തിയത്? നമുക്ക് അവിടെ പറയാവുന്ന കാരണം, ഭീഷ്മനാണ് സേനാപതിയായിട്ടുള്ളത്. അപ്പോൾ നോർമലി ഒരു സേനയുടെ അധിപനായിട്ടുള്ള അധിപന്റെ മുന്നിൽ തന്നെ കൊണ്ട് നിർത്തണം. അപ്പോൾ ഭീഷ്മന്റെ സഹായിയായിട്ട് ദ്രോണാചാര്യനും അവിടെ ഉണ്ട് എന്ന് പറയാം. പക്ഷെ മറ്റൊരു കാരണം, ഒരു വേള ഭഗവാൻ രഥം ദുര്യോധനാദികളുടെ മുന്നിലേക്ക് ആയിരുന്നു തെളിച്ചിരുന്നു എങ്കിൽ നമുക്ക് ഭഗവത്ഗീത മിസ്സാവുമായിരുന്നു, ഭഗവത്ഗീത കിട്ടുമായിരുന്നില്ല. കാരണം ദുര്യോധനാദികളെ മുന്നിൽ കാണുമ്പോൾ അർജുനന്റെ ഭാവം എന്തായിരിക്കും? ചിലപ്പോൾ ഒരുപക്ഷെ അപ്പം തന്നെ യുദ്ധം ആരംഭിച്ചു എന്ന് വരാം. അപ്പം അങ്ങനെ എന്തോ ഒരു സംശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാകണം ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരൂനിതി. അപ്പം അവിടെ ആ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ, 1-ാം അധ്യായത്തിൽ ആ പറഞ്ഞ വാക്കുകളാണ് അർജുനനുണ്ടായ മാറ്റത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനം. ഹേ പാർത്ഥ, അല്ലയോ പാർത്ഥ, പൃഥ എന്ന പേര് കുന്തിയുടെ പേരാണ് പൃഥ എന്ന്. പൃഥയുടെ പുത്രനായതുകൊണ്ടാണ് പാർത്ഥൻ എന്ന് പറയപ്പെടുന്നത്. പശ്യ ഏതാൻ കുരൂനിതി. ഇവിടെ യുദ്ധത്തിന് ഒരുമിച്ച് നിൽക്കുന്ന സേനയെ മുഴുവൻ നീ നന്നായിട്ട് കാണൂ എന്ന് പറഞ്ഞു. അങ്ങനെ നന്നായിട്ട് കണ്ടപ്പോഴാണ് അർജുനന് ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ ഉണ്ടായത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു അർജുനന്റെ വൈകാരിക അവസ്ഥയ്ക്ക് കാരണം അങ്ങനെ ഭഗവാൻ പറഞ്ഞതായിരിക്കാം. അതിലൂടെ 2 കാര്യങ്ങൾ ഭഗവാൻ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് മുഴുവൻ ഭഗവത്ഗീതയുടെ സാരത്തിൽ നിന്ന് മനസ്സിലാകും. ഒന്ന്, നിർബന്ധമായിട്ടും അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കണമെന്ന പൂർവ്വനിശ്ചയം ഭഗവാൻ ഉണ്ടായിരുന്നു. അർജുനൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഭാവിയിൽ പാണ്ഡവർക്ക് വിജയവും കൈവരിക്കാൻ കഴിയും എന്നത് ഭഗവാന്റെ ദിവ്യദൃഷ്ടി കൊണ്ടും അല്ലെങ്കിൽ തന്നെ അത് ഭഗവാന്റെ ആ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ധർമ്മപരമായിട്ടുള്ള ചിന്തനം കൊണ്ടും അറിയാവുന്ന കാര്യമായിരുന്നു. എന്നാൽ ആ യുദ്ധത്തെ അർജുനന്റെ ആ ഭാവത്തിലുള്ള ഒരു യോദ്ധാവായിട്ട് മാത്രം യുദ്ധം ചെയ്യുന്ന ഭാവത്തിൽ നിന്ന് മാറ്റണമെന്നുകൂടി ഭഗവാന് ചിന്തയുണ്ടായിരുന്നു. അതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ്. യുദ്ധം ചെയ്യണ്ട എന്നുള്ളതല്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്തേ മതിയാകൂ എന്നുള്ളതുമല്ല. യുദ്ധം ചെയ്യുന്നത് വെറും ഒരു യുദ്ധമായിട്ട് ചെയ്യാതെ അതിനെ അർജുനന്റെ സാധനയായിട്ട്, അർജുനന്റെ മോക്ഷ സാധനയായിട്ട് മാറ്റണമെന്ന് ഭഗവാൻ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെ ആ നിശ്ചയം സാധ്യമാകണമെങ്കിൽ, കാരണം ഒരാൾ കർമ്മം ചെയ്യണം, ആ കർമ്മം ചെയ്യുന്നത് വെറുതെ അങ്ങോട്ട് കർമ്മം ചെയ്യുകയല്ല, എന്നാൽ ആ കർമ്മത്തിലൂടെ അയാളുടെ പരമഗതിയെ പ്രാപിക്കണം. കാരണം എന്താണ്? അർജുനന്റെ ജീവിതത്തിൽ അർജുനൻ അഭ്യസിച്ചത് മുഴുവൻ യുദ്ധകലയാണ്. കുട്ടിക്കാലം മുഴുവൻ അഭ്യസിച്ചത് മുഴുവൻ യുദ്ധകലയാണ്. യുദ്ധകല അഭ്യസിച്ച് ആ യുദ്ധകല മുഴുവൻ പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ട് യുദ്ധം മുന്നിൽ വരികയും ചെയ്തു. എല്ലാം കൊണ്ടും ഒരു യുദ്ധത്തിൻ്റെ അവസരം, അല്ലെങ്കിൽ ഉചിതമായ ഒരു യുദ്ധമാണ്, ധർമ്മത്തിൻ്റെ ജയം കൽപ്പിക്കുന്ന യുദ്ധമാണ്, അധർമ്മത്തെ തോൽപ്പിക്കേണ്ട യുദ്ധമാണ്. അങ്ങനെയുള്ള ആ യുദ്ധം ചെയ്ത് അതിലൂടെ സാധന ചെയ്യാതെ അർജുനൻ ഇനി മറ്റൊരു സാധനയ്ക്കുള്ള മാർഗമില്ല. അതായത് അർജുനൻ ഇനി പോയിട്ട് തപശ്ചര്യ പഠിക്കുകയും അല്ലെങ്കിൽ മറ്റ് ജപതപാദികളും പുരസ്ചരണങ്ങളും ഒക്കെ ചെയ്യും എന്ന് കരുതാൻ സാധ്യമല്ല. കാരണം ഈ യുദ്ധം കഴിയുമ്പോൾ ആരൊക്കെ ബാക്കി ഉണ്ടാവും എന്നുള്ളത് ഭഗവാൻ മാത്രമേ അറിയൂ. ഇനി ജയിച്ചാൽ തന്നെ അതിനൊരു അവസരം പിന്നീട് ഉണ്ടാകുമോ എന്ന് തീർച്ചയില്ല. അപ്പൊ അർജുനൻ പഠിച്ച ആ സാധന യുദ്ധമുറയാകുന്നതിന് തന്നെ സാധനയാക്കി മാറ്റി ഈ യുദ്ധം കഴിയുമ്പോഴേക്കും അർജുനന് ആ വിവേകവും വൈരാഗ്യവും സാധനാ ചതുഷ്ടയും ഒക്കെ ഇപ്പോൾ നമ്മളിവിടെ വിവേക ചൂടാമണിയിൽ കേട്ടതായിട്ടുള്ള ആ ഗുണങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ അർജുനന് 4 പുരുഷാർത്ഥങ്ങളിൽ മോക്ഷമാകുന്ന പുരുഷാർത്ഥം സാധ്യമാകൂ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ പോയിന്റ് ഈ ഭഗവാന്റെ ഈ ഉപദേശത്തിലുണ്ട്. ഇത് സാധാരണ നമുക്ക് വ്യാഖ്യാനങ്ങളിൽ നിന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു ഭാഗമാണ്. കാരണം നമ്മൾ 1-ാം അധ്യായത്തിൽ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഭാഷ്യകാരൻ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ ശ്ലോകത്തിന് മുമ്പായിട്ട് ഈ വിഷയങ്ങൾ മുഴുവൻ പറയുന്നുണ്ട് സാരാംശമായിട്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഈ 3-ാം അധ്യായം വരുന്നത്. 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ 43 ശ്ലോകങ്ങളുണ്ട്. ഇന്ന് നമുക്ക് നോക്കേണ്ടത് 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഇവിടെ ശാസ്ത്രത്തിൻ്റെ സാധനാ പദ്ധതിയായിട്ട് 2 വിഭാഗം വളരെ പ്രസിദ്ധമാണ്. ഒന്ന് പ്രവൃത്തി ലക്ഷണം എന്ന് പറയുന്ന കർമ്മസാധന, 2 നിവൃത്തി എന്ന് പറയുന്ന ജ്ഞാനസാധന. ശാസ്ത്രസ്യ പ്രവൃത്തി നിവൃത്തി വിഷയഭൂതേ ദ്വേ ബുദ്ധി ഭഗവതാ നിർദ്ദിഷ്ടേ സാഖ്യേ ബുദ്ധി യോഗേ ബുദ്ധി എന്നാണ് ശങ്കരാചാര്യ സ്വാമിജികൾ ഭാഷ്യത്തിന്റെ ഉപോദ്ഘാതം തുടങ്ങുന്നത് തന്നെ. അപ്പൊ ഈ 2 ജ്ഞാനം പറഞ്ഞു. ഒന്ന് കർമ്മയോഗം ചെയ്യണമെന്ന് പറഞ്ഞു. കർമ്മയോഗം എന്ന് പറയുമ്പോൾ ശുദ്ധമായ പ്രവൃത്തി തന്നെയാണ്. എന്താണോ നാം അനുഷ്ഠിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, അത് വേണ്ട വിധം വഴിയാവണ്ണം ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയെങ്കിലും ചെയ്യുകയല്ല, എങ്ങനെയെങ്കിലും നിവർത്തിക്കുകയല്ല, വേണ്ടതുപോലെ വിദ്യാവണ്ണം തന്നെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേത് ബുദ്ധിയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗം, സാഖ്യയോഗം എന്ന് പറയുന്ന വഴിയാണ്. അത് നിവൃത്തിയിലൂടെയാണ്. പ്രവൃത്തിയുടെ ലക്ഷണങ്ങളില്ലാത്ത ഒരു അവസ്ഥ, നിവൃത്തി, ജ്ഞാനയോഗം, ഇത് രണ്ടുമാണ്. എന്നിട്ട് ഭഗവാന്റെ തുടർച്ചയായിട്ടുള്ള വ്യാഖ്യാനത്തിൽ 2-ാം അധ്യായത്തിൽ പ്രജഹാതി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ എന്നൊക്കെ തുടങ്ങി അവിടെ ജീവൻ മുക്തന്റെ ലക്ഷണം പറയുമ്പോൾ, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറയുമ്പോൾ വിസ്തരിച്ച് പറഞ്ഞത് മുഴുവൻ അതിനൊരു ഒരു പ്രൈസ് ചെയ്ത് സ്തുത്യമായിട്ട് ശ്രേയസ്കരമായിട്ട് പറഞ്ഞത് മുഴുവൻ ജ്ഞാനയോഗത്തെയാണ്. ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നേനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണം ഋച്ഛതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതാണ് വളരെ വിശിഷ്ടമായിട്ടുള്ളത് എന്ന് ഏവർക്കും, കേൾക്കുന്ന ആർക്കും അത് തോന്നും. അത്രയും സ്പഷ്ടമായിട്ടാണ് പറഞ്ഞു വെച്ചത്. ആ നിലയ്ക്ക് കർമ്മണ്യേവാധികാരസ്തേ മാഫലേഷു കഥാചന യോഗസ്ഥ കുരു കർമാണി എന്നൊക്കെ അർജുനനോട് വീണ്ടും വീണ്ടും പറയുകയും ചെയ്തു. അപ്പൊ ഈ ഒരു മാനസിക അവസ്ഥയാണ്, ഈ ഒരു ദ്വിവിധ ആയിട്ടുള്ള 2 മാർഗം കാണിക്കുന്ന ഒരു അവസ്ഥയിലാണ് അർജുനന്റെ മനസ്സുള്ളത്.
ഭഗവാൻ സ്തുത്യമായിട്ട് പറഞ്ഞത് യത് സ്തൂയതേ തദ് വിധീയതേ എന്നൊരു നിയമമുണ്ട്. എന്താണോ സ്തുതിക്കപ്പെടുന്നത് അത് അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ സ്തുത്യമായിട്ട് പറഞ്ഞത് ജ്ഞാനയോഗത്തെയാണ്. എങ്കിൽ പിന്നെ കർമ്മം തന്നെ ഞാൻ ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് എന്തുകൊണ്ട്? കഥം ഭക്തായ ശ്രേയോർത്ഥിനെ യസ് സാക്ഷാത് ശ്രേയസാധനം സാഖ്യബുദ്ധിനിഷ്ഠാം ശ്രാവയിത്വ. ഭക്തനായ എനിക്ക് അല്ലെങ്കിൽ ഭക്തനായ ഒരാളിന് സാക്ഷാത് മോക്ഷസാധനമായിട്ടുള്ള ജ്ഞാനയോഗത്തെ നേരിട്ട് പറഞ്ഞിട്ട് പിന്നെ എന്നോട് വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ എന്തിനാണ് പറയുന്നത്? അപ്പൊ ഒരു പക്ഷപാതമല്ലേ? എന്താണ് അതിൻ്റെ ഉദ്ദേശം? അപ്പൊ ആരോടങ്ങനെ പറഞ്ഞാലും നമുക്ക് അങ്ങനെയാ തോന്നുക, എല്ലാം വളരെ നല്ലതാണ്, അത് വളരെ നല്ലതാണ് അതെന്ന് പറഞ്ഞിട്ട്, എന്നാൽ അത് വേണ്ട, നീ ഇത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പക്ഷപാതമുള്ളതുപോലെ തോന്നും. അതാണ് അർജുനന്റെ ഇവിടുത്തെ ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ ജനാർദ്ദന എന്ന ചോദ്യത്തിൻ്റെ ബീജം. അതിവിടെ ഭാഷ്യത്തിൽ വിസ്തരിച്ച് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ചോദ്യം എപ്പോഴും ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട് ജ്ഞാനം ശ്രേയസ്സായിരിക്കുന്ന സമയത്ത് ജ്ഞാനം തന്നെ നാം അനുഷ്ഠിക്കുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കണം? കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് ബന്ധനമാണ്. കർമ്മം ചെയ്യുന്ന ആരാണോ കർത്താവ്, ആ കർത്താവിന് നിശ്ചിതമായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും. അങ്ങനെ സ്വാഭാവികമായി കർമ്മത്തിൻ്റെ ഗതി ബന്ധനമെന്നിരിക്കെ എന്തുകൊണ്ട് ജ്ഞാനത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്നില്ല, പ്രേരിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് കർമ്മം ചെയ്യാൻ പറയുന്നു? കർമ്മമൊക്കെ ത്യജിക്കേണ്ടതല്ലേ എന്ന് ഓരോരുത്തർക്കും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ കർമ്മം ചെയ്യുക എന്നുള്ളത് വളരെ കഷ്ടം പിടിച്ചൊരു കാര്യമാണ്. കർമ്മത്തിൽ സ്വാഭാവികമായിട്ട് കർമ്മപ്രവൃത്തിയുണ്ട് എല്ലാവരുടെ ഉള്ളിലുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്, ന കശ്ചിത് ക്ഷണമപി എന്നൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരുന്ന് എല്ലാ സുഖവും കിട്ടുമെങ്കിൽ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ എല്ലാ സുഖവും കിട്ടും, ദുഃഖമൊന്നും ഉണ്ടാകുമോ ഇല്ല എങ്കിൽ പിന്നെ എന്തിന് പ്രവൃത്തി ചെയ്യുന്നു? പ്രവൃത്തി ആരും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മനസ്സിൻ്റെ അവസ്ഥ ഇവിടെ അർജുനനുണ്ടായി. അത് തികച്ചും സ്വാഭാവികമാണ്, എല്ലാവർക്കും അത് ഉണ്ടാകുന്നതായതുകൊണ്ട് അർജുനനെ നിമിത്തമാക്കി ഭഗവാൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ അർജുനന്റെ ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഭഗവാൻ കുരു കർമ്മ, നീ കർമ്മം ചെയ്യൂ, നീ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അർജുനന് തോന്നി ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്. കാരണം അങ്ങനെയാണല്ലോ നമുക്ക് സംശയം വരിക. ഒരു പക്ഷത്ത് ഇങ്ങനെ പറയുന്നു, മറ്റൊരു പക്ഷത്ത് മറ്റൊന്ന് പറയുന്നു. എന്നാൽ ഇതിൽ രണ്ടിനും തമ്മിലൊരു വ്യക്തതയില്ല. ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നൊരു വ്യക്തത ഇല്ലാതെ വരുമ്പോഴാണ് സംശയം വരിക. സംശയത്തിൻ്റെ ഉദ്ഭവം തന്നെ രണ്ട് പക്ഷങ്ങൾ സമമായി നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോഴാണ്. വേണമോ വേണ്ടയോ? അപ്പോൾ വേണം എന്ന് പറയുമ്പോൾ വേണം എന്നുള്ളത് കൊണ്ട് ഉള്ള ഗുണങ്ങൾ നമുക്കറിയാം, അതിൻ്റെ ദോഷങ്ങളും അറിയാം. വേണ്ട എന്ന് പറയുമ്പോൾ ആ വേണ്ട എന്നുള്ളത് കൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും നമുക്കറിയാം. അപ്പോൾ ഈ രണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, വേണമെന്നതും വേണ്ട എന്നതുമുള്ള ഗുണദോഷങ്ങൾ സമമായി നിൽക്കുമ്പോഴാണ് അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പം ഈ രണ്ട് പക്ഷത്തെയും സമമായി നിർത്തിയാൽ ഒരാൾക്കും പ്രവൃത്തി ചെയ്യാനാകില്ല, നിവൃത്തി ചെയ്യാനും പറ്റില്ല. കാരണം നിവൃത്തി ചെയ്യണമെങ്കിൽ നിവൃത്തിയുടെ പക്ഷം താഴ്ന്നു നിൽക്കണം, അതിൻ്റെ ത്രാസിൻ്റെ തൂക്കം താഴണം. പ്രവൃത്തി ചെയ്യണമെങ്കിൽ അത് താഴ്ന്നു നിൽക്കണം, അതിന് ഭാരം കൂടണം. അപ്പോൾ ഇത് രണ്ടും സമമായി നിന്നാൽ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ആകെ കൂടെയുള്ള വഴി ആ സംശയത്തെ നിവാരണം ചെയ്യുക എന്നാണ്. അതുകൊണ്ട് വ്യക്തമായ സംശയം തീർച്ചയായിട്ടും അർജുനൻ ചോദിക്കേണ്ടതാണ്. അർജുനൻ ചോദിക്കുന്നു. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർ ജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഹേ ജനാർദ്ദന എന്നൊരു സംബോധന, ഹേ കേശവ എന്ന് മറ്റൊരു സംബോധന. എല്ലാവരെയും രക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ജനാർദ്ദനൻ എന്ന പേര് പറയുന്നത്.
കേശവൻ എന്നുള്ളത് ഭഗവാന്റെ സ്വരൂപത്തെ ദർശിക്കുന്നതാണ്. അങ്ങനെ കേശവനെന്നും ജനാർദ്ദനെന്നും പേര് സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, തേ മതാ ബുദ്ധി ജായസി ചേത്. ഈ 2-ാം അധ്യായത്തിൽ പറഞ്ഞ ജ്ഞാനയോഗത്തിൽ നിന്ന്, സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗം എന്ന് തന്നെയാണ് അർത്ഥം. ആ ജ്ഞാനയോഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കർമ്മത്തെക്കാളും ശ്രേയസ്കരമായിരിക്കുന്നത്, ജായസ്യായിരിക്കുന്നത്, കൂടുതൽ ശ്രേയസ്കരമായിരിക്കുന്നത് ജ്ഞാനയോഗമാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അതാണ് താങ്കളുടെ അഭിപ്രായമെങ്കിൽ തത് കിം കർമ്മണി ഘോരേമാം, ഈ ഘോരമായ ഈ കർമ്മത്തില്, ഈ മഹായുദ്ധമാകുന്ന ഘോരകർമ്മത്തില് എന്നെ എന്തിന് നിയോഗിക്കുന്നു? വീണ്ടും വീണ്ടും കർമ്മഗുരു എന്ന് എന്തിന് പറയുന്നു എന്നതാണ് ചോദ്യം. ചോദ്യം തുടരുകയാണ്. അതിലൊരു ചേർക്കേണ്ട അംശം കൂടി ഉള്ളതുകൊണ്ട്, എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്? ഇപ്പൊ പറഞ്ഞതുപോലെ വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധിം മോഹയസീവമേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയ. എന്തെങ്കിലും നിശ്ചയമായൊന്ന് പറയണം, നിശ്ചയിച്ച് പറയണം. ശാധിമാം ത്വാം പ്രപന്നം എന്നാണ് ഭഗവാനോട് അർജുനൻ ശരണാഗതി പ്രാപിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞത്. ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് വ്യക്തമായി എന്നോട് നിരൂപിക്കണം എന്നാണ് ചോദിച്ചത് തന്നെ. അപ്പൊ ആ നിലയ്ക്ക് അങ്ങനെ വ്യക്തമായി നിരൂപിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ മിശ്രിതമായ വാക്കുകൾ കൂട്ടിച്ചേർത്ത് കൂട്ടിക്കുഴച്ചൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യായമാണ്, യോജിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് പറയുകയാണ് വ്യാമിശ്രേണൈവ വാക്യേന. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ ഭഗവാനും അർജുനനും തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പൊ ഒരാള് ഒരു ഗുരുവായിട്ട്, ഒരു ആചാര്യനായിട്ട് നമ്മോട് ഉപദേശം പറയുകയാണ്. ഉപദേശം പറയുമ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പറയുകയാണ്, താങ്കൾ ഈ പറയുന്നതൊക്കെ ഒരു കൂട്ടിക്കുഴച്ചുള്ള വർത്തമാനാണല്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അത് കേൾക്കുന്ന ആളിനൊരു അനാദരവായിട്ട് തോന്നും. ഞാൻ ഇത്രയൊക്കെ വിസ്തരിച്ച് വലിയ ശാസ്ത്രവാക്യങ്ങളൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്ന ആൾ കൂട്ടിക്കുഴച്ച് പറയുകയാണല്ലോ എന്ന് പറയുമ്പോൾ അത് കേട്ട ആ വചനങ്ങൾ, ആ ശ്രവിച്ച വചനങ്ങളൊക്കെ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി, അബദ്ധമായിപ്പോയി എന്ന് ഒരു വേള ആ പറഞ്ഞ ആളിന് തോന്നാൻ സാധ്യതയുണ്ട്. അയാൾക്ക് തന്നെ ഒരു വിഭ്രമം ഉണ്ടാകും. രണ്ടാമത്, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നവരെ എഴിച്ചു പറയുകയാണ്, താൻ ഈ പറയുന്നതൊക്കെ കൂട്ടിക്കുഴച്ചാണല്ലോ, എന്ത് ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ അത് വക്താവിനോടുള്ള അനാദരവുമാണ്. എന്നാൽ അർജുനൻ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പല രീതിയിലും. അപ്പൊ അവിടെ ഒരു വ്യത്യാസം കാണേണ്ടത് ഇവർ തമ്മിലുള്ള റിലേഷനാണ്. ഇവിടെ അർജുനനും കൃഷ്ണനുമായിട്ട് ഒരു തലത്തിൽ, ഏറ്റവും ഉയർന്ന തലത്തില് ഭഗവാനും ഭക്തൻ എന്നുള്ള റിലേഷനുണ്ട്. അതിപ്പോ ഏകാദശ സ്കന്ധത്തിലും ദശമസ്കന്ധത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതൊരു റിലേഷൻ ഉള്ളത് ഉപദേഷ്ടാവ്, അതായത് ഇപ്പോൾ ഒരു പ്രത്യേക പരിസ്ഥിതി, ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്, ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ സഹായിക്കാൻ വന്ന ഒരു ഉപദേഷ്ടാവ് എന്നുള്ള ഒരു നില ഭഗവാനുണ്ട്. ആ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വളരെ കഷ്ടത്തിൽ നിൽക്കുന്ന അർജുനൻ ജ്ഞാനയോഗമാണോ ശ്രേയസ്കരമെന്ന് ഒരെണ്ണത്തെ നിശ്ചയിച്ച് പറയൂ. ഏന ശ്രേയോഹമാപ്നുയ, ഏതൊന്നിനെ അറിയുന്നത് കൊണ്ട് എനിക്ക് ശ്രേയസ് ഉണ്ടാകും, അതായത് എനിക്ക് ഏറ്റവും പരമമായ ശ്രേയസ് ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. 1-ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ ആ രഹസ്യ വാക്കുകളിലുള്ള സാരം ഇതാണ്. അർജുനനെ, ഈ യുദ്ധത്തിലൂടെ അർജുനനെ സാധകനാക്കി മാറ്റി, അല്ലെങ്കിൽ അർജുനനെ ഈ യുദ്ധം കൊണ്ടുണ്ടാകേണ്ട പരമോന്നത പദം എന്താണോ അതിലേക്ക് കൊണ്ടെത്തിക്കുക. യുദ്ധം എന്നത് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. യുദ്ധത്തെ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. യുദ്ധത്തെ സാധന എന്നൊക്കെ പറയുന്നത് മഹാ അബദ്ധമായിട്ടാണ് ഇന്നത്തെ ലോകം തന്നെ കാണുക.
പക്ഷേ യുദ്ധം എപ്പോഴും ഉണ്ടായിരുന്നു, യുദ്ധം ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും യുദ്ധത്തിന് എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട്, യുദ്ധ സാമഗ്രികൾ അല്ലെങ്കിൽ യുദ്ധ സന്നാഹത്തിന് വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളും ചെലവാക്കുന്നത്. നമ്മുടെ ഭാരതവും അതിൽ ഒട്ടും പിന്നോക്കമല്ല. മറ്റ് രാജ്യങ്ങളോടൊപ്പം തന്നെ 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്തോ ആണ് യുദ്ധസന്നാഹങ്ങൾ സംഗ്രഹിക്കുന്നതിൽ ഭാരതം നിൽക്കുന്നത്. അപ്പോൾ യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട, യുദ്ധം ഒരിക്കലും ചെയ്യേണ്ടതല്ല, മനുഷ്യരാശിയെ നശിപ്പിക്കുന്നതാണ് എന്നൊക്കെ നാം പറയുമെങ്കിലും എല്ലാ രാജ്യത്തിലും ഈ യുദ്ധസന്നാഹം ഉണ്ടായിട്ടുണ്ട്, യുദ്ധം ചെയ്യുന്നവരുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ യുദ്ധത്തിലും ഒരു സാധന കണ്ടെത്തേണ്ടത് ആവശ്യമാണ്, അതൊരു പ്രവൃത്തിയാണ് എന്നുള്ളതുകൊണ്ട്. അപ്പം അതാണ് അതിൻ്റെ വചനം. അപ്പം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാൻ അതിന് ഉത്തരം പറയുകയാണ്. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അപ്പോൾ നേരത്തെ പറഞ്ഞതിനെ വ്യക്തമാക്കാനായിട്ട്, കാരണം വ്യക്തമായില്ല എന്നുള്ളതാണ് അർജുനന്റെ ആക്ഷേപം. വ്യാമിശ്രേണേവ വാക്യേന എന്നുള്ളതാണ് അർജുനൻ പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഏത് ലോകമാണ്? അവിടെ ഭാഷ്യം പറയുന്നത് ശാസ്ത്ര അനുഷ്ഠാന അധികൃതാനാം ത്രൈവർണികാനാം ദ്വിവിധാ ദ്വിപ്രകാരാ നിഷ്ഠാസ്ഥിതി അനുഷ്ഠേയാദുക്ത. അതായത് ഈ ലോകത്ത് ഓരോരുത്തർ ചെയ്യേണ്ട കർമ്മങ്ങളെ അവരവരുടെ അധികാരമനുസരിച്ച്, ഗുണദോഷങ്ങൾ അനുസരിച്ച് അവരോട് ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ചുള്ള വിഭാഗം പറയുമ്പോൾ 2 വിഭാഗം പറഞ്ഞു. അസ്മിൻ ദ്വിവിധ, 2 പ്രകാരം. നിഷ്ഠ എന്ന് പറയുമ്പോൾ നമ്മൾ അവശ്യം അനുഷ്ഠിക്കേണ്ടത് എന്നാണ് അർത്ഥം. അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം 2 പറഞ്ഞു. എന്താ 2 പറഞ്ഞത്? ഹേ അനഘ എന്നുള്ളതാണ് സംബോധന. അഘം എന്ന് പറഞ്ഞാൽ പാപം, അനഘൻ എന്ന് പറഞ്ഞാൽ നിഷ്പാപം. നിഷ്പാപമായി അർജുനന്റെ സംബോധനം ചെയ്യണം, നിഷ്പാപനാണ് നീ എന്ന്. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ജ്ഞാനയോഗം സാഖ്യർക്കും കർമ്മയോഗം യോഗികൾക്കും. ഇതാണ് 2 വിഭാഗം ഞാൻ പറഞ്ഞതിലുള്ള സ്പഷ്ടത. ഇനി ആരാണ് ഈ സാഖ്യര്? സാഖ്യ ശബ്ദം ഭഗവത്ഗീതയിൽ ജ്ഞാന ശബ്ദത്തിന് പര്യായമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു സാഖ്യദർശനമുണ്ട്, കപില മഹർഷിയാൽ പ്രണീതമായിട്ടുള്ള സാഖ്യദർശനം. ആ സാഖ്യദർശനത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ജ്ഞാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലെ ജ്ഞാനയോഗം, ജ്ഞാനം തന്നെയാണ് യോഗമായിരിക്കുന്നത്, ജ്ഞാനം തന്നെ സാധനയായിരിക്കുന്നു. എന്താണ് ആ സാധന? ആത്മാനാത്മ വിഷയ വിവേക ജ്ഞാനവതാം ബ്രഹ്മചര്യാദേവ കൃതസന്യാസാനാം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാനാം പരമഹംസ പരിവ്രാജകാനാം ബ്രഹ്മണിയേവ അവസ്ഥിതാനാം നിഷ്ഠാ പ്രോക്ത. ജ്ഞാനയോഗി എന്നുള്ളതിനൂടെ വിശേഷണം പറയുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ഇവിടെ ഏത് രീതിയിലാണ് ജ്ഞാനയോഗത്തെ പറയുന്നതെന്ന്. ജ്ഞാനത്തിന് എല്ലാവർക്കും അവകാശമുണ്ട്. അത് ബ്രഹ്മചര്യത്തിലായിരുന്നാലും ഗൃഹസ്ഥത്തിലായിരുന്നാലും വാനപ്രസ്ഥത്തിലായിരുന്നാലും സന്യാസത്തിലായിരുന്നാലും എല്ലാവർക്കും ജ്ഞാനമുണ്ട്. ജ്ഞാനമില്ലാതെ ആർക്കും സാധന ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ പറയുന്ന ജ്ഞാനയോഗി എന്ന് പറയുന്നത് ആത്മാനാത്മ വിവേകം ചെയ്ത്, ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ വിവേക ചൂടാമണിയുടെ പ്രഭാഷണങ്ങളിൽ കേട്ടതുപോലെ ആത്മാവിൻ്റെ സ്വരൂപം എന്താണ്, അനാത്മാവിൻ്റെ സ്വരൂപം എന്താണെന്ന് വിവേകം ചെയ്യാൻ കഴിഞ്ഞ് ബ്രഹ്മചര്യ ആശ്രമാദേവ, ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് തന്നെ, അതായത് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നിന്ന് തന്നെ നേരിട്ട് സാധന ചെയ്ത് വേദാന്ത വിജ്ഞാനം, വേദാന്ത ജ്ഞാനമൊക്കെ പ്രാപിച്ച് സന്യാസം സ്വീകരിച്ചു പോയവർക്ക് വേണ്ടി. അപ്പം അങ്ങനെ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ എപ്പോഴും ഈ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ, അതായത് യുവാവസ്ഥയിൽ തന്നെ സന്യാസം എടുത്ത് പോകുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആചാര്യസ്വാമിജികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള സന്യാസിമാര് ഉണ്ടാകുമായിരുന്നില്ല. കാരണം പുരാതനമായ പരമ്പരയിൽ ക്രമസന്യാസമാണ്. ആദ്യം ബ്രഹ്മചര്യ ആശ്രമം, അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം, പിന്നെ വാനപ്രസ്ഥം, പിന്നെ സന്യാസം. അതായത് ഒരു 80-85 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ സന്യാസം. അങ്ങനെയായിരുന്നു. അപ്പോൾ അവർ വയസ്സായ കൊണ്ട് അവരെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ
അത് നോക്കിയപ്പോൾ ആചാര്യസ്വാമിജികൾ നോക്കിയപ്പോൾ ഇത്രയും വയസ്സായതിനു ശേഷം സന്യാസം എടുത്തുകൊണ്ട് അവർക്ക് യാതൊരു എന്താ പറയുക, അതുകൊണ്ടൊരു ഗുണവുമില്ല. അത് മറ്റുള്ളവർക്ക് ചില ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതുമുണ്ട്. കാരണം മറ്റുള്ളവർക്ക് സംരക്ഷിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ സമൂഹത്തിന് അവരെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ കഴിയില്ല. അവർക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രഭാഷണങ്ങൾ നടത്താനോ പഠിക്കാനോ പഠിപ്പിക്കാനോ വലിയ മഠങ്ങൾ സ്ഥാപിക്കാനോ അങ്ങനെയൊന്നും പ്രചരിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് ആചാര്യസ്വാമിജികൾ കണ്ടെത്തി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ശ്രുതി പ്രമാണം വെച്ച്, വേദപ്രമാണം വെച്ച് നോക്കി ഇതല്ലാത്തൊരു ഓപ്ഷനും ഉണ്ട്, ആ ഓപ്ഷൻ കൊണ്ടുവരണം എന്ന് സ്പഷ്ടമായിട്ട് ഭഗവത്പാദ ആചാര്യ സ്വാമിജികളുടെ ഭാഷ്യത്തിൽ എല്ലാ സ്ഥലത്തും. എന്നാൽ ക്രമസന്യാസത്തെ നിഷേധിച്ചിട്ടില്ല, അങ്ങനെയും ഇവിടെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വരുന്നവർക്ക് അങ്ങനെയും ആകാം, എന്നാൽ ഈ ഒരു ഓപ്ഷനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ജ്ഞാനയോഗികൾ എന്ന് പറയുമ്പോൾ കർമ്മപ്രവൃത്തിയിലേക്ക് പോയിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ടും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുമ്പോഴാണ് കർമ്മപ്രവൃത്തി തുടങ്ങുക. വിദ്യാഭ്യാസ കാലത്ത് കർമ്മപ്രവൃത്തി അല്ലല്ലോ, പഠിക്കലാണ് പതിവ്. അത് അച്ഛനും അമ്മയും സഹായിക്കുന്നു, പഠിക്കുന്നു എന്നുള്ള രീതിയാണല്ലോ. അപ്പൊ അവിടെ കർമ്മപ്രവൃത്തി ഇല്ല. കർമ്മപ്രവൃത്തി വരുന്നത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അപ്പോൾ ഇവർ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ നേരിട്ട് സന്യാസത്തിലേക്ക് പോയതുകൊണ്ട് അവർക്ക് ജ്ഞാനയോഗം എന്ന വഴി നിശ്ചയിച്ചു. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. ഇപ്പൊ സനത്കുമാരാദി കുമാരന്മാർ തുടങ്ങി നാരദാദികളൊക്കെ നമുക്ക് പറയാം, അവരൊക്കെ അങ്ങനെ പോയവരാണ്. രണ്ടാമത് കർമ്മയോഗേന. കർമ്മയോഗം എന്ന് പറയുമ്പോൾ കർമ്മം തന്നെ യോഗം, കർമ്മം തന്നെ സാധനയായിട്ട് പ്രവർത്തിക്കുന്നത്. അതാണ് സാധാരണ ഇവിടെ കാണുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള നിഷ്ഠ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പുരാപ്രോക്ത എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടിയുടെ ആദിയിൽ പറഞ്ഞിട്ടുണ്ട്. അഹം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം എന്ന് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് രണ്ട് രീതിയിലും അർത്ഥം പറയാം. പിന്നെ തുടർന്ന് പറയുന്നത് ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ നജ സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അപ്പൊ ഇനി ആ കർമ്മയോഗം ജ്ഞാനയോഗത്തിന്റെ തുലന ചെയ്യുകയാണ്. കർമ്മനിഷ്ഠ കൊണ്ട് ജ്ഞാനനിഷ്ഠ പ്രാപ്തി ഉണ്ടാകും. അങ്ങനെ കർമ്മനിഷ്ഠ ജ്ഞാനനിഷ്ഠ പ്രാപ്തിയിലൂടെ മോക്ഷമാകുന്ന പുരുഷാർത്ഥത്തിന് ഹേതുവാകും. അതാണ് ഞാൻ പറഞ്ഞ വ്യവസ്ഥ. അപ്പൊ കർമ്മനിഷ്ഠ ചെയ്യേണ്ട അധികാരികൾ കർമ്മനിഷ്ഠയിലൂടെ തന്നെ ജ്ഞാനനിഷ്ഠയിലേക്ക് പോകണം. അങ്ങനെ എടുത്തു ചാടി പോകാൻ പാടില്ല. ജ്ഞാനനിഷ്ഠാതു കർമ്മനിഷ്ഠ ഉപായാത്മിക സതി സ്വാതന്ത്ര്യേണ പുരുഷാർത്ഥ ഹേതു. എന്നാൽ ജ്ഞാനനിഷ്ഠയിൽ എത്തിയാൽ ജ്ഞാനനിഷ്ഠയിൽ നിന്ന് നേരിട്ട് തന്നെ മോക്ഷം സിദ്ധിക്കും. അപ്പൊ എന്താണ് വ്യവസ്ഥ? കർമ്മനിഷ്ഠയ്ക്ക് അധികാരിയായിട്ടുള്ളവർ കർമ്മനിഷ്ഠയിലൂടെ ജ്ഞാനനിഷ്ഠയെ പ്രാപിച്ച് പിന്നീട് മോക്ഷത്തെ പ്രാപിക്കണം. ഇതാണ് അതിൻ്റെ ക്രമം. ഇതിനെയാണ് നമ്മൾ ക്രമസമുച്ചയം എന്ന് പറയുക. അപ്പൊ അതാണ് പറഞ്ഞ ന കർമ്മണാമനാരംഭ്യാത്. അജ്ഞാന അവസ്ഥയിൽ കർമ്മങ്ങൾ ആരംഭിക്കാതെ നമുക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള കർമ്മങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ സംസാരിക്കും. അങ്ങനെയുള്ള വർണ്ണ ആശ്രമ വ്യവസ്ഥാ രീതിയിലുള്ള എന്തൊക്കെയാണോ നമുക്ക് അധികാരിത്വത്തിൽ നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അതൊക്കെ വ്യവസ്ഥിതമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ടാണ് നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കേണ്ടത്, കർമ്മത്യാഗത്തെ പ്രാപിക്കേണ്ടത്. ഈ കർമ്മം ത്യജിക്കുന്നതിന് മുമ്പേ കർമ്മം അനുഷ്ഠിക്കണം. കർമ്മം അനുഷ്ഠിക്കാതെ എന്തിനാ ത്യജിക്കുക? നമ്മൾ ത്യാഗം എന്ന് പറയുമ്പോൾ ത്യജിക്കാനുള്ള സാധനം എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണമല്ലോ. അപ്പൊ ആദ്യം കർമ്മം എന്താണെന്ന് അറിഞ്ഞ് അതിനെ ശരിയാവണ്ണം അനുഷ്ഠിച്ചിട്ട് അതിൻ്റെ ത്യാഗം ചെയ്യേണ്ട സമയത്ത് അതിൻ്റെ ത്യാഗം ചെയ്യുക. ഇതാണ് വ്യവസ്ഥ. അതുകൊണ്ടാണ് കർമ്മണം ന ആരംഭാത്. കർമ്മം ആരംഭിക്കാതെ നൈഷ്കർമ്മ്യം സാധാരണ ഒരു മനുഷ്യന്, സാധാരണ ഒരു അജ്ഞാനിക്ക് പ്രാപിക്കാൻ കഴിയില്ല. ജ്ഞാനനിഷ്ഠയിൽ ബുദ്ധി നിലയ്ക്കില്ല. നജസന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അതുകൊണ്ടാണ് പറയുന്നത് കർമ്മത്യാഗം കൊണ്ട് മാത്രം ആ മോക്ഷസിദ്ധി ഉണ്ടാകില്ല. വെറുതെ കർമ്മം ത്യജിച്ചു, കർമ്മം എന്താണെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, എന്തൊക്കെയോ ത്യജിച്ചു. അങ്ങനെ എല്ലാം ത്യജിച്ചിട്ട് ത്യാഗമാണെന്ന് കരുതുക. അങ്ങനെയൊക്കെ കരുതുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് ജ്ഞാനമില്ലാതെ വരുമ്പോൾ ത്യാഗം എന്തിൻ്റെ ത്യാഗമാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. അറിയാതെ ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ ത്യാഗവും നാം ചെയ്തു പോകും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സന്യസിച്ചുകൊണ്ട്, സന്യസനാദേവ എന്ന് പറയുമ്പോൾ അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ സന്യസിച്ചത് കൊണ്ട് അവിടെ
ത്യാഗഫലം ലഭിക്കില്ല. നാപി സന്യസനാദേവ കേവലാത് കർമ്മ പരിത്യാഗ മാത്ര ജ്ഞാനരഹിത. ജ്ഞാനമില്ലാതെ, വിവേകബുദ്ധിയില്ലാതെ കേവല സന്യാസം കൊണ്ട്, കേവല ത്യാഗം കൊണ്ട്, അതായത് കർമ്മം ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ത്യജിച്ചേക്കാം എന്ന് കരുതി ത്യജിച്ചാൽ അത് ത്യാഗമാകില്ല എന്നർത്ഥം. അതിനെ ത്യാഗമായിട്ടും സന്യാസമായിട്ടും കരുതാൻ പാടില്ല. അതൊരു ഒളിച്ചോട്ടം മാത്രമാണ്. ആപത്കാല സന്യാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചോട്ടം എന്ന് പറയാറുണ്ട്. അതിങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ, രക്ഷയില്ലാതെ വന്നപ്പോൾ സന്യാസം എടുത്ത് പോകുന്നൊരവസ്ഥ, അതിനെ ത്യാഗമായിട്ട് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിനെ പറയുന്നില്ല. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് കർമ്മയോഗത്തെ ഇവിടെ എടുക്കുന്നത്? കർമ്മസന്യാസാദേവ ജ്ഞാനരഹിത സിദ്ധിം നൈഷ്കർമ്മ്യ ലക്ഷണാം പുരുഷോ ന അധിഗച്ഛതി. കർമ്മം ചെയ്യാതെ ജ്ഞാനലക്ഷണമാകുന്ന, ജ്ഞാനരൂപമാകുന്ന സന്യാസത്തെ പ്രാപിക്കാൻ സാധിക്കില്ല എന്നിങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള ഹേതു എന്താണ്? അതിന് ഹേതുവാണ് പറയുന്നത്, ന കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത്. ജാതു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു ക്ഷണം പോലും കർമ്മം ചെയ്യാതെ അജ്ഞാനിക്ക് ഇരിക്കാൻ സാധിക്കില്ല. കർമ്മം ചെയ്യാതിരിക്കണമെങ്കിൽ മനസ്സ് മുഴുവനായിട്ട് ശാന്തമാകണം. ആരുരുക്ഷോർ മുനേർയോഗം കർമ്മകാരണമുച്ചതേ യോഗാരൂഢസതസ്യവ ശമക്കാരണമുച്ചതേ എന്ന് ഭഗവാൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കർമ്മം സ്വാഭാവികമായിട്ടുള്ളത് കൊണ്ട് ഒരു ക്ഷണം പോലും കർമ്മഹീനമായിട്ടിരിക്കാൻ സാധിക്കില്ല. അതാണ് വസ്തുത. ഇനി അങ്ങനെ കർമ്മഹീനമായിട്ടിരിക്കാമെന്ന് കരുതിയാൽ കർമ്മ സംസ്കാരം ഉള്ളിൽ ഉണ്ടാവുകയും കർമ്മഹീനമായിട്ട് ഞാനിരിക്കും, ഞാൻ എല്ലാ കർമ്മം ത്യജിച്ചിട്ട് വെറുതെ ഇരിക്കും എന്ന് കരുതിയാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് എന്താ പറയുക, മാനസിക സംഘർഷം ഉണ്ടാക്കും. അതുകൊണ്ട് ആ വ്യക്തിയുടെ നാശം തന്നെ സംഭവിക്കും. കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. നമ്മുടെയൊക്കെ ഉള്ളില് പ്രകൃതിദത്തമായിട്ടുള്ള സാത്വിക, രാജസിക, താമസിക ഗുണങ്ങളാണ് പ്രകൃതിയുടെ ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ അനുസരിച്ച് പൂർവകൃത കർമ്മഫലങ്ങളായിട്ട് വന്ന ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തി, ഒരു ഉദ്വേഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കർമ്മങ്ങൾ എപ്പോഴും ചെയ്യണം എന്നിങ്ങനെ തോന്നും, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നിങ്ങനെ തോന്നും. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷെ കർമ്മം ചെയ്യണമെന്നുള്ള പ്രവൃത്തി നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് സ്വാഭാവികമാണ്, പ്രകൃതിയുടെ ഗുണമായിട്ടാണത് വരിക. പ്രകൃതി എന്ന് പറഞ്ഞാൽ ജന്മജാതമായിട്ടുള്ള ഗുണമാണ്. ആ ഗുണമുള്ളത് കൊണ്ട് ആ ഗുണത്തിലൂടെ മാത്രമേ, അതിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ കഴിയുള്ളൂ. കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസൗച്യത്തെ. ഇനി ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നുണ്ട്, ഈ കർമ്മം ചെയ്യേണ്ട, ഞാൻ ധ്യാനിക്കാനിരിക്കാം, ജപിക്കാനിരിക്കാം, ധ്യാനിക്കാനിരിക്കാം എന്നൊക്കെ വിചാരിച്ച് കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാസ്മരൻ. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മമൊന്നും ചെയ്യുന്നില്ല, എന്നുവെച്ചാൽ കടിച്ചു പിടിച്ചിരിക്കുക എന്ന് പറയും, ബലം പ്രയോഗിച്ചിരിക്കുകയാണ് ധ്യാനിക്കാൻ. ഇന്ന് അങ്ങനെ ഒന്നും ചെയ്യില്ല, ഞാനിതൊന്നും ചെയ്യില്ല എന്ന് കർമ്മേന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സുകൊണ്ട് അതിനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കഴിയുമ്പോൾ മാനസിക സംഘർഷമൊക്കെ ഉണ്ടാവും. മാനസിക സംഘർഷം ഉണ്ടാക്കുമ്പോൾ അവരുടെ ഞാടി ഞരമ്പുകളൊക്കെ ഇങ്ങനെ പ്രശ്നത്തിലാവും. പിന്നെ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവും. അങ്ങനെ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുന്നവരുണ്ടെങ്കിൽ, കൂടുതൽ സമയം ധ്യാനിക്കുന്നുണ്ട്, ജപിക്കുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങളൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറിറ്റേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേ വരും. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പണ്ട് ഇത്ര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇറിറ്റേഷൻ കൂടിക്കൊണ്ട് വരുന്നു. അതിൻ്റെ അർത്ഥം അവരുടെ ധ്യാനവും ജപവും തപവും ഒക്കെ ഇത്തരത്തിലുള്ളതാണ്. അതൊരു എന്താ പറയുക, ഒരു പ്രഷറൈസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അധികം ഇടപഴകാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ എന്ത് വേണോ സംഭവിക്കാം. അങ്ങനെ പാടില്ല. കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങളെ സംയമിച്ചിട്ട്, ഞാൻ വലിയ സംയമിയാണ്, ഞാൻ നല്ല ധ്യാനശീലമുള്ള ആളാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സംയമിച്ചിരിക്കുകയും മനസാസ്മരൻ. ഭഗവാൻ എത്ര വലിയ സൈക്കോളജിസ്റ്റ് ആണെന്നോ.
വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് മനസ്സുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കിട്ടിയാൽ കൊള്ളാം, ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അത് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഈ കടിച്ചു പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങ് പോകുമ്പോൾ ഡിപ്രഷൻ വരും. വളരെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് പോകും. അവസാനം അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ സംഘർഷാവസ്ഥ പ്രാപിക്കും. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗച്യത. അതിന് ഭഗവാൻ അയാൾക്ക് കൊടുത്ത പേര് മിഥ്യാചാരി എന്ന് പറഞ്ഞാണ്. ഒരു എന്താ പറയുക, ഒരു പാപാചാരി, പാപം ചെയ്യുന്നവൻ, മഹാപാപിയാണ്, മഹാമണ്ഡനാണ് അയാള്. എന്താ ശരിക്കു പറഞ്ഞാൽ കള്ളസ്വാമി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന വാക്ക് മിഥ്യാചാരി എന്നൊക്കെ പറയും. കള്ളസ്വാമി, സ്വാമിയായിട്ട് ഇരിക്കുന്നുണ്ട്, ഭസ്മൊക്കെ പൂശി ഇങ്ങനെ രുദ്രാക്ഷമൊക്കെ ഇട്ട്, പക്ഷേ ഇങ്ങനെയുള്ള സ്വാമിയാണ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ, ഇന്ദ്രിയാർത്ഥങ്ങളെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും സ്വാമിയായിട്ടിരിക്കുകയും സംയമിയായിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരെ മിഥ്യാചാരി എന്ന് പറയുന്നു. അങ്ങനെ ആവാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു വഴിക്ക് തന്നെ ഒരു ക്രമമായിട്ട് പോകുന്നതായിരിക്കും ഉചിതം. അപ്പൊ പിന്നെ യസ്വേന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗമസക്തഃ വിശിഷ്യത്തെ. അപ്പൊ അർജുനൻ ഇപ്പൊ മനസ്സിലായി എന്താണ്. അർജുനന്റെ ഉള്ളിലുള്ളത് മുഴുവൻ യുദ്ധം ചെയ്യാനുള്ള സംസ്കാരമാണ്. കുട്ടിക്കാലം മുഴുവൻ അഭ്യസിച്ചത് യുദ്ധം ചെയ്യാനാണ്. ലോകോത്തരനായിട്ടുള്ള, ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ധനുർധരനാണ് അർജുനൻ. അങ്ങനെയുള്ള ധനുഷ് പിടിച്ച് യുദ്ധം ചെയ്യേണ്ട അർജുനൻ ഞാൻ ധ്യാനിക്കാം, ഞാൻ സംയമിയായിട്ടിരിക്കാം എന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ച് ധ്യാനിക്കാൻ പോയിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? അർജുനൻ അല്ലാതാകും. അർജുനന്റെ പുരുഷത്വം നഷ്ടപ്പെടും. അങ്ങനെ ഇരിക്കാനേ സാധിക്കില്ല. ചിലപ്പോ വട്ടായി പോയി നിന്ന് വരാം, മാനസിക രോഗിയായിത്തീരും. കാരണം ഈ സംസ്കാരങ്ങൾ, യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യാനുള്ള സംസ്കാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും യുദ്ധം ചെയ്യുന്നതായിരിക്കും മുന്നിൽ കാണുക. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അർജുനൻ ഇപ്പൊ മനസ്സിലായി. യസ്തു ഇന്ദ്രിയാണി സംയമ്യ ഇന്ദ്രിയാണി മനസാ നിയമ്യ ആരഭതേ അർജുന. അല്ലയോ അർജുന, ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയണം. മനസ്സുകൊണ്ട് എപ്പോഴാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത്? അപ്പോഴാണ് ശരിക്കും ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പക്ഷം ഇന്ദ്രിയ നിയന്ത്രണം ഒരിക്കലും ഇന്ദ്രിയ നിയന്ത്രണമേ അല്ല. അത് വെറും താത്കാലികമാണ്. നമ്മൾ കുറച്ച് സമയത്ത് എവിടെയെങ്കിലും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് ഒരു വലിയ സിദ്ധി എന്ന് കരുതിയാൽ അത് ശരിയല്ല. അതുകൊണ്ട് കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സവിശിഷ്യത്തെ. അങ്ങനെ അസക്തനായിട്ട് നിർലിപ്തനായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ കർമ്മഫലം എന്താണെന്ന് ചിന്തിക്കാതെ, അതിലുള്ള ദോഷങ്ങളിൽ സംലിപ്തനാകാതെ, അതിലുള്ള ദോഷങ്ങളിൽ ചേരാതെ, ദോഷങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് വിവേകത്തോടു കൂടി കർമ്മയോഗത്തെ അനുഷ്ഠിക്കണം. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ് കർമ്മയോഗത്തെ അനുഷ്ഠിക്കുന്നത്. പക്ഷെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാം അതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ അനുഷ്ഠിച്ച് ആ കർമ്മത്തിൻ്റെ ഗുണം എന്താണ്, ആ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ കാലക്രമേണ അയാളിൽ സാത്വികമായ വൃത്തികൾ ഉണ്ടാവുകയും മനസ്സിന് സംയമം ഉണ്ടാകുകയും ഏത് പ്രവൃത്തിയിലൂടെയും ആത്മസാക്ഷാത്കാരം സിദ്ധിക്കാൻ യോഗ്യനാവുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം, കുട്ടിക്കാലത്തുണ്ടായിരുന്ന മനസ്സ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൗമാരാവസ്ഥയിൽ ഉണ്ടായിരുന്ന മനസ്സ്, അത് കഴിഞ്ഞ് യുവാവസ്ഥയിൽ ഉണ്ടായിരുന്ന മനസ്സ്, പിന്നെ ഇങ്ങനെ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ മാറ്റം. ഈ മാറ്റം സ്വാഭാവികമാണ്. ഈ മാറ്റത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും സാധന ചെയ്യേണ്ടതും ഒക്കെ. അപ്പൊ ഈ മാറ്റത്തെ നേരത്തെ തന്നെ സിദ്ധിപ്പിക്കണമെങ്കിൽ അത്രയും ധൈര്യം, അത്രയും സാമർഥ്യം, സാഹസം വേണം. എന്നാൽ മാത്രമേ ഈ പ്രവൃത്തിയെ ശാന്തമാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായ പ്രവൃത്തിയിൽ അങ്ങനെയേ സംഭവിക്കൂ. അതുകൊണ്ട് അല്ലയോ അർജുന, നിയതം കുരു കർമ്മസ്ത്വം കർമ്മജ്ജായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപിച്ചതേ ന പ്രസിദ്ധേത കർമ്മണഃ. അതുകൊണ്ട് നിയതമായ കർമ്മം നീ ചെയ്യൂ. നിയതം കുരു കർമ്മ ത്വം. നിന്നെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യാതിരിക്കുന്നതിലും ഭേദം കർമ്മം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ,
ജ്ഞാനയോഗത്തെക്കാളും നിനക്ക് ഉപയുക്തമായിട്ടുള്ള സാധന കർമ്മയോഗമാണ്. കർമ്മയോഗം ചെയ്താൽ മാത്രമേ നിനക്ക് ജ്ഞാനയോഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർമ്മജായോഹി അകർമ്മണ ഇവിടെ അർജുനനോട് പറയുന്നു. അപ്പൊ അർജുനൻ ഇവിടെ ഒരു അജ്ഞാനിയാണ്, ഒരു ഭ്രമത്തിൽ നിൽക്കുന്ന ഒരാളാണ്, മാനസികമായിട്ടൊരു സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. അയാളുടെ അടുത്ത് പറയുകയാണ്, നിനക്ക് ഉചിതമായിട്ടുള്ളത് കർമ്മയോഗമാണ്. കർമ്മജായോഹി അകർമ്മണ. അകർമ്മത്തിൽ നിനക്കിപ്പോ യോഗ്യതയില്ല. അകർമ്മത്തിലേക്ക് പോയാൽ പ്രശ്നമാകും. ഇപ്പൊ തത്കാലത്ത് അങ്ങനെ തോന്നാം, ജ്ഞാനയോഗമാണ് ശ്രേഷ്ഠം, അത് ഞാൻ അനുഷ്ഠിക്കാമെന്ന് തോന്നാം. എന്നാൽ ജ്ഞാനയോഗം അനുഷ്ഠിക്കാൻ പോയിരിക്കുമ്പോൾ എന്നാണ്. പക്ഷെ ഏത് കർമ്മമാണ് പ്രശ്നമായിരിക്കുന്നത്? യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര. ഭഗവത് സമർപ്പണമില്ലാതെ ആ പരമശക്തിയിൽ എല്ലാം സമർപ്പിക്കാതെ, കർമ്മഫലം സമർപ്പിക്കാതെ, നമ്മുടെ അഹങ്കാരം കൊണ്ട് അഭിമാനം കൊണ്ട് നാം നമുക്ക് വേണ്ടി സ്വാർത്ഥമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളാണ് നമ്മളെ ബന്ധനത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ കർമ്മം എല്ലാം ബന്ധനത്തിൽ കൊണ്ടുപോകുന്നില്ല, ഇത്തരം കർമ്മങ്ങൾ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകും. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര. യജ്ഞം എന്ന ശബ്ദം ഇവിടെ ഭഗവാന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. യജ്ഞോ വൈ വിഷ്ണു എന്നൊരു വേദവാക്യമുണ്ട് തൈത്തരീയ സംഹിതയില്. അതിൻ്റെ ആ അർത്ഥത്തില് യജ്ഞം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈശ്വരൻ എന്നാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ നാമമായിട്ട് യജ്ഞശബ്ദം വന്നിട്ടുണ്ട്. അപ്പോൾ യജ്ഞോ വൈ വിഷ്ണു, യജ്ഞം എന്ന ശബ്ദം ഇവിടെ ഭഗവാനെ, വിഷ്ണു എന്ന് പറഞ്ഞാൽ വേവേഷ്ടി, എല്ലാ സ്ഥലത്തും വ്യാപകമായിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. വിഷ്ണു ഭഗവാനില് അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും വ്യാപകമായിരിക്കുന്ന ആ പരമ ചൈതന്യത്തിൽ അർപ്പിക്കാതെ, അതിൻ്റെ സത്തയെ മനസ്സിലാക്കാതെ നീ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ബന്ധനത്തിന് കാരണമാണ്. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്ത സംഘ സമാചര. അതുകൊണ്ട് നീ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹേ കൗന്ദേയ, മുക്തസംഘ, ആസക്തി വർജിതമായിട്ട്, ആസക്തി ഇല്ലാതെ, തദർത്ഥം യജ്ഞാർത്ഥം, ഭഗവത് സമർപ്പണമായിട്ട്, ഇതെന്റെ കർത്തവ്യമാണ്, ഇത് ഞാൻ അനുഷ്ഠിക്കണം എന്ന ഭാവത്തോടുകൂടി, ഇതെന്റെ സാധനയാണ്, ഇതെനിക്ക് ചെയ്തേ മതിയാവൂ. നമ്മൾ പറയുമല്ലോ ഇതെന്റെ ഡ്യൂട്ടിയാണ്, ഇത് ചെയ്തല്ലേ മതിയാവൂ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ഇതെല്ലാം എൻ്റെ ഡ്യൂട്ടിയാണ് എന്ന ഭാവത്തിൽ അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ കർമ്മം ഒരിക്കലും ബന്ധനത്തിന് കാരണമാകില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, തീർച്ചയായിട്ടും നമ്മുടെ കർത്തവ്യങ്ങളുടെ മഹത്വം നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങളെ യഥാവിധി അനുഷ്ഠിക്കണമെന്ന്. അതിൻ്റെ വിധികൾ ഇങ്ങനെ വിസ്തരിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതിനി നമ്മൾ തുറന്ന ശ്ലോകങ്ങളിൽ വീണ്ടും കേൾക്കും. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളൊക്കെ എൻ്റെ ശക്തി കൊണ്ടും എൻ്റെ സാമർഥ്യം കൊണ്ടും എൻ്റെ അസ്തിത്വം കൊണ്ടുമല്ല നടക്കുന്നത്. പക്ഷേ ആ പരമമായ ശക്തിയുടെ, ആ ചൈതന്യത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ്, സാമർഥ്യം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത്. ഇതിൻ്റെ ഫലവും ആ സത്തയിൽ നിന്നാണ് എനിക്ക് ഉദ്ഭവിച്ച് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ ആ ഭാഗം വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ടുള്ള ഒരു സ്ഥിതി നമ്മുടെ മനസ്സിൽ, ഒരു ഉറപ്പ് നമുക്കുണ്ടാകും. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൂർണ്ണ ഗതിയെ പ്രാപിക്കും. അത് തന്നെ സാധനയാകും, അത് തന്നെ മോക്ഷത്തിന് ഹേതുവായി തീരും. അപ്പോൾ ഇങ്ങനെ 9ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചിന്തിച്ചു. തുടർന്ന ശ്ലോകങ്ങൾ നാളെ തുടങ്ങി അങ്ങോട്ട് ചിന്തിക്കുന്നതായിരിക്കും. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ.